ഇന്നത്തെ കാലത്ത് അനേകം ജിം റിലേറ്റഡ് അല്ലെന്നുണ്ടെങ്കിൽ എക്സസൈസ് റിലേറ്റഡ് മരണങ്ങൾ കാണപ്പെടുന്നുണ്ട്. എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാം ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടെന്നുള്ള ചെറിയൊരു കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്പർ 1, ഓവർ എക്സേർഷൻ അല്ലെന്നുണ്ടെങ്കിൽ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൽ നിന്നുള്ള ഒരു സഡൻ ചേഞ്ച്, ഒരു ഫിറ്റ്നസ് ഹാബിറ്റിലോട്ടുള്ള ചേഞ്ച് വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു വളരെ സ്ലോ പ്രോസസ്സാണ്. ഇതൊരു ഓവർനൈറ്റ് പ്രോസസ്സ് അല്ല. ഇറ്റ് ടേക്സ് ലൈക്ക് സെവറൽ മന്ത് ടു ഇയേഴ്സ് ഇൻ ഓർഡർ ടു ഗെറ്റ് ഇൻ ടു എ ഫിറ്റ്നസ് ഫിസിക്. അപ്പം വളരെ സ്ലോയിൽ മാത്രം പ്രോഗ്രസ് ചെയ്യുക. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ ഹൈ ഡയബറ്റിസ്, അതുപോലെ തന്നെ ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ റെഗുലറായിട്ട് അവരുടെ ഹെൽത്ത് മോണിറ്ററിങ് നടത്തുക. ഇതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫിസിഷ്യനുമായിട്ട് കോർഡിനേറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ഒരു മെഡിക്കൽ അപ്രൂവലിന് ശേഷം മാത്രം ജിമ്മിൽ ജോയിൻ ചെയ്യുക. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഹൈ സ്ട്രെസ്, അതുപോലെ തന്നെ പുവർ സ്ലീപ്പ്. ഹൈ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലിയിലുള്ള മെൻ്റൽ സ്ട്രെസ് അങ്ങനെയൊക്കെ ഹൈ ആയിട്ടുള്ള ആൾക്കാർ പ്രോപ്പറായിട്ട് അത് മാനേജ് ചെയ്തതിന് ശേഷമേ വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ ഉറക്കം കുറവുള്ള ആൾക്കാരിലുള്ള ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ സർക്കേഡിയം റിതം ഓൾട്ടേർഡ് ആയിരിക്കും. ഈ സർക്കേഡിയം റിതം ഓൾട്ടേർഡ് ആയിട്ടുള്ള ആൾക്കാർ വർക്കൗട്ട് ചെയ്യുമ്പോൾ എഗെയിൻ ദ സ്ട്രെസ് ലെവൽ ഈസ് ഗോയിങ് ടു ഗെറ്റ് ഹയർ. സ്ട്രെസ്സ് കൂടുന്നു, അത് എഗെയിൻ നമ്മുടെ ഹാർട്ടിന് ലോഡ് കൂടുന്നു. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഡീഹൈഡ്രേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാതിരിക്കുക. നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ അക്കോർഡിംഗ്ലി അറ്റ്ലീസ്റ്റ് 1 kg ഈക്വലൻ്റായിട്ട് 40 ml ഓഫ് വെള്ളമെങ്കിലും ഒരു ദിവസം മിനിമം കുടിച്ചിരിക്കണം എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ. ആ വാട്ടർ ഇൻടേക്ക് കുറഞ്ഞിട്ട് അതുപോലെ തന്നെ ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്യുന്നതും വളരെ ഡേഞ്ചറസ് ആണ്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് നമ്മുടെ ഏജും അതുപോലെ തന്നെ ഫിറ്റ്നസ് ലെവലും. പല ഏജിലുള്ള ആൾക്കാർക്ക് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചില ഏജുകാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ആ ഒരു ഏജുകാരെ കോപ്പ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യുക വിത്തൗട്ട് പ്രാക്ടീസ്, അതുപോലെ തന്നെ വിത്തൗട്ട് പ്രോപ്പർ പ്രോഗ്രഷനിൽ ഹൈ ഇൻറ്റൻസിറ്റിയിലോട്ട് പോകുന്നതൊക്കെ ഇതിനൊരു ഡേഞ്ചറസ് എഫക്ട്സ് ആണ്. അത് നമ്മുടെ ഹാർട്ടിൽ ലോഡ് കൂടാനായിട്ട് ഇടയാക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് സൗത്ത് ഇന്ത്യൻസിൻ്റെ ജനറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയും. സൗത്ത് ഇന്ത്യൻസിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസും അതുപോലെ തന്നെ സെൻട്രൽ ഒബീസിറ്റി. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പറയുന്നൊരു ഫിനോമിനൻ്റെ പേരാണ് ഫാറ്റ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദേ മൈറ്റ് ലുക്ക് തിൻ, ഫിസിക്കലി അവർ തിന്നായിരിക്കും, പക്ഷേ ഇൻറ്റേർണലി ദേ മൈറ്റ് ഹാവിങ് വിസറൽ ഫാറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഓർഗൻ ചുറ്റിയുള്ള ഫാറ്റ് അധികമായിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ആൾക്കാരും പ്രത്യേകമായിട്ടും ബ്ലഡ് ചെക്സും മോണിറ്ററിങ്ങും പ്രോപ്പറായിട്ട് ചെയ്തതിന് ശേഷം മാത്രം ഒരു പ്രോപ്പർ മോഡറേറ്റ് വർക്കൗട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഹൈ ഇൻറ്റൻസിറ്റി റൂട്ടീനിലോട്ട് കയറുക. എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമുക്ക് എടുക്കാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. സോ ഏറ്റവും ആദ്യമായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രീ ഹിസ്റ്റോറിക് മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ചെക്സ് റെഗുലർ ഇൻ്റർവെൽസിൽ ചെയ്യുക. അല്ലാത്ത ആൾക്കാർ എല്ലാ 6 മാസവും അവരവരുടെ ലിപ്പിഡ് പ്രൊഫൈൽ, അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള ബേസിക് ബ്ലഡ് മാർക്കേഴ്സ് ചെക്കൗട്ട് ചെയ്യുക. ഇനിയും വരാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇന്നത്തെ കാലത്ത് മോസ്റ്റ്ലി 80% അല്ല 90% ക്രൗഡിലും ഉള്ളതാണ്. സോ പോസ്റ്റ് കോവിഡിന് ശേഷം ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വളരെ അധികമാണ്. ഇത് മോണിറ്റർ ചെയ്യാതെ വർഷങ്ങളായിട്ട് വൈറ്റമിൻ ഡി ഡെഫിസിറ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ സീരിയസ് ആയിട്ടുള്ള കാർഡിയോവാസ്കുലർ റിലേറ്റഡ് ഇഷ്യൂസ് ഇത് ലിങ്ക്ഡ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. സോ വൈറ്റമിൻ ഡി എപ്പോഴും അത് ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഗ്രാജുവലായിട്ട് മാത്രം വർക്കൗട്ടിനെ പ്രോഗ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസോടുകൂടി തന്നെ ട്രെയിൻ ചെയ്യുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ട്രെയിൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ CPR അങ്ങനെയുള്ള എമർജൻസി എയ്ഡ്സ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കൂടെ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് അതുപോലെ തന്നെ മാറ്റാൻ പറ്റാത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മളെ സ്ലീപ്പ് മോണിറ്റർ ചെയ്യുക. പ്രോപ്പർ 6 to 8 hours സ്ലീപ്പ് കിട്ടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റ്, ഈ ഹാർട്ട് റിലേറ്റഡ് ഇവൻറ്റ്സ് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രോപ്പറായിട്ട് ഹൈ ഫൈബർ റിച്ചും അതുപോലെ തന്നെ ക്ലീൻ പ്രോട്ടീനായിട്ടുള്ള ഡയറ്റും വിത്ത് മോഡറേറ്റ് കാർബ് ഡയറ്റ്സ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹാർട്ടിന്. ആസ് എ ന്യൂട്രീഷനിസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഡയറ്റീഷ്യൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തേതായിട്ട് വാട്ടർ ഇൻടേക്ക്. നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിന് അല്ലെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതിന് ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊന്നും 500 ml എങ്കിലും മിനിമം വെള്ളം ഇൻടേക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും അധികം കാണപ്പെടുന്ന ഒരു മിസ്റ്റേക്കാണ്
പ്രീ വർക്കൗട്ട് മീല് കൺസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞാൽ വർക്കൗട്ടിന് ബിഫോർ അല്ലെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ ഷോർട്ട് ഗ്യാപ്പ് കൊടുത്തിട്ട് ഹെവി മീൽസ് കൺസ്യൂം ചെയ്ത് കാണുന്നത് ഇത് ഹൈലി ഡേഞ്ചറസ് ആണ്. ബിക്കോസ് ഇത് നമ്മുടെ ഹാർട്ടിൻ്റെ ലോഡിനെ കൂടും. സോ എന്തെങ്കിലും നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, വർക്കൗട്ട് മുമ്പ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് 1.5 മുതൽ 2 മണിക്കൂർ, ആ ടൈം ബ്രാക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1.5 മുതൽ 2 മണിക്കൂർ മുമ്പ് കഴിക്കുക. അതുപോലെ തന്നെ ആ മീലിനകത്ത് മോഡറേറ്റ് കാർബും മോഡറേറ്റ് എമൗണ്ട് ഓഫ് പ്രോട്ടീനും ഫാറ്റ് വളരെ കുറച്ചുള്ളത് കഴിക്കാം. ബിക്കോസ് ഇത് ഡൈജസ്റ്റ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ്, കഫീൻ ഇൻടേക്ക്. ഒത്തിരിയും ആൾക്കാർ എനർജി ഡ്രിങ്ക്സ് അതുപോലെ തന്നെ പ്രീ വർക്കൗട്ട്സ് ഒക്കെ കൺസ്യൂം ചെയ്തിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. സോ മേക്ക് ഷുവർ ആ കഫീന് 200 mg താഴെ ഉണ്ടാവാൻ പാടുള്ളൂ. 200 mg കൂടുതലാണെങ്കിൽ അൺനെസസറി ഹാർട്ട് ബീറ്റ്സ് കൂടുകയും അതുപോലെ തന്നെ ബോഡിയിൽ അൺവാണ്ടഡ് ഇഷ്യൂസും നമ്മുടെ ഹാർട്ടിന് സ്ട്രെസ് കൂടുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സസ് ആയിട്ട് സ്വെറ്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ ചൂടായിട്ടുള്ള ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷനിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ മേക്ക് ഷുവർ യു ആർ സപ്ലിമെൻറ്റിങ് വിത്ത് പ്രോപ്പർ ഇലക്ട്രോലൈറ്റ്സ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ക്രാഷ് ഡയറ്റ് അതുപോലെ തന്നെ കീറ്റോ ഇങ്ങനെയുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഒരു കാരണവശാൽ അവർക്ക് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ പ്രീ ഹിസ്റ്റോറിക് എന്തെങ്കിലും കാർഡിയോ ഇഷ്യൂസ് ഉള്ള ആൾക്കാർ ഒരു കാരണവശാലും ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് ചെയ്യാൻ പാടില്ല. സോ ദീസ് ആർ ദ പോയിന്റ്സ്.